ഇത് ഇപ്പൊ ദുബായിന്ന് കിടക്കണ എത്ര രൂപയാവും? 10,000 രൂപയ്ക്ക് കിട്ടും. 10,000 നിന്നെ കുഞ്ചേർത്ത്. ദുബായ് ഇവിടെ നമ്മ ഈ പ്രോഡക്ട്സ് ഒന്നും വലിയ ഇതിനൊന്നും വലിയ ദുബായിൽ ഇലക്ട്രോണിക്സ് ഒക്കെ റേറ്റ് കൂടുതല. ഈ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്, അവിടുന്ന് എടുക്കുന്ന ഇവിടെ അന്ന് മുടിയാൻ തുടങ്ങിയതായത്. അല്ല, ഞാൻ ഇലക്ട്രോണിക്സ് അതൊന്നും പറയല്ലേ, യുദ്ധത്തിനെ കാര്യം പറയല്ലേ, മിസൈൽ ഇവനാണെന്നൊക്കെ പറഞ്ഞു ഇവനിരുന്നത്. അത്രയും വലിയ ബന്ധങ്ങളിലോട്ടൊന്നും പോകരുത് ദൈവം. അല്ലല്ല, ഞാൻ കുറെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് മേടിക്കാൻ വിളിച്ചു ചോദിച്ചായിരുന്നു ഗെയിമിംഗ് റൂമിൽ. അല്ല വിളിച്ചു നീ എന്ത് മേടിച്ചു ഈ ഇടയ്ക്ക്? റീസെന്റ് എന്ത് ഇലക്ട്രോണിക് ഐറ്റംസ് മേടിച്ചു നീ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ബൾബ് മേടിച്ചു, വീട്ടിൽ ബൾബ് മേടിച്ചു, ബൾബ് മേടിച്ചു. ഞാൻ ലോഞ്ചിന്റെ അന്ന് തന്നെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 100 ഇലക്ട്രോണിക് സാധനം മേടിച്ചായിരുന്നു. എനിക്കില്ലാത്ത പ്രശ്നം എങ്ങനെയാണ് നീ വാർ ഈ ഐഫോണിന്റെ കാര്യം വെച്ചാൽ നീ ഐഫോൺ എടുക്കുന്നതിനും 1 മാസം അല്ല, നീ ഐഫോൺ എടുത്ത് 1-2 മാസം കഴിഞ്ഞിട്ടാണ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. പിന്നെ എങ്ങനെയാണ് നീ എന്താ പറയണത് വാർ? ലാസ്റ്റ് എടുത്തപ്പോഴല്ല, ഇപ്പൊ ഞാൻ കുറെ സാധനങ്ങളെ ഗെയിമിംഗ് റൂമിലേക്ക് എടുക്കാനായിട്ട് നോക്കിയപ്പോ എന്തോ അൺഅവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. എന്തോ പറഞ്ഞു നീ ഗെയിമിംഗ് റൂമിലേക്ക് മേടിച്ച സാധനം ഇല്ലടാ ഡ്രീമർ, ഒരു മിനിറ്റ്. ഗെയിമിംഗ് റൂമിലേക്ക് നീ മേടിച്ച അൺഅവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞേ. നാനോ ലീഫ് നിനക്ക് നീ എവിടുന്ന മേടിക്കാൻ പോയി? ഏത് ഡീലറാന്ന് പറഞ്ഞു? ആരെ വിളിച്ചു ചോദിച്ചു പറഞ്ഞേ? നിന്റെ ഫ്രണ്ടിന് ഞാൻ എടുത്തത് പിന്നെ എത്ര? 9 ലീഫിന് 19,000 20,000 രൂപയുണ്ട് ദുബായ് പോലും. പിന്നെ നിനക്ക് ഇവിടെ 5 രൂപയ്ക്ക് തരണോ? ഇവിടെ ഒരു വലിയ വ്യത്യാസമൊന്നും ഇല്ലടാ, അതിന് മനസ്സിലായോ? വലിയ വ്യത്യാസം ഇല്ലല്ലേ എടാ കണ്ണാപ്പി, സത്യം പറഞ്ഞാലേ ജോക്കി ഇവനെ നമ്മൾ ഇനി 1 മണിക്കൂർ താറ്റിയാലും ഇവൻ സമ്മതിക്കത്തില്ല. ഇവൻ ഒരിക്കലും സമ്മതിക്കാൻ പോകണം, മനസ്സിലായ? ഇല്ലാത്തൊരു ഫ്രണ്ട് കള്ളത്തരത്തിന്റെ ഫ്രണ്ടിൽ കള്ളത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവന്റെ ഫ്രണ്ടാണ് ഡീലർ ആരാന്ന് ചോദിച്ചപ്പോ ഫ്രണ്ടാണെന്ന്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു അറിയത്തില്ല എന്ന എല്ലാം അത് കാണുമ്പോഴേ ദേഷ്യം വരുന്ന ജോക്കി. അങ്ങ് അറ്റ്ലീസ്റ്റ് സമ്മതിക്കും, നമുക്കൊരു കാര്യത്തെ പറ്റി അറിയത്തില്ല, ഒരു വിവരവും ഒന്നിനെ കുറിച്ചും, എന്നിട്ടും എല്ലാം അറിയുന്ന കണക്കാണ് ഇരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നോളജൊക്കെ ഉണ്ടാ, എല്ലാം അറിയുന്നുള്ള ഞാൻ ഇനിയും സംസാരിച്ചോണ്ടിരിക്കേ. എല്ലാം അറിയുന്നുള്ള ആരുണ്ട് ഏട്ടാ ഈ ലോകത്ത്? എടാ അളിയ എല്ലാം അറിയുന്നവരാരും ഇല്ലടാ, എന്തെങ്കിലും ഒക്കെ അറിയണ്ടേടാ ജീവി, എന്തേലും. അത് അറിയണമെന്ന് ഞാൻ പറഞ്ഞില്ല അളിയ. നിനക്കൊരു കാര്യം അറിയത്തില്ലെന്ന് സമ്മതിച്ചാ പോരെ. ഇത് അങ്ങനെയല്ല. ഇതിപ്പോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഐശ്വര്യറായെ പറ്റി പറഞ്ഞാൽ പറയും പണ്ടെന്റെ കുഞ്ഞമ്മയുടെ മോളായിരുന്നു, ഇപ്പൊ പൈസ ആയപ്പോ അവർ ഉപേക്ഷിച്ചിട്ട് പോയി, അങ്ങനെ പറഞ്ഞു വരൂവൻ. കണ്ണാപ്പി പാവോ, നീയോ എന്തൊരു വിഷമം അവനൊക്കെ. ഇവനെ പറയുമ്പോ ഭയങ്കര വിഷമം വരുന്നു നിങ്ങൾക്കൊക്കെ അല്ലേ? അവരോട് നീ വിടാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഹേറ്റ് ആയി പോകും കണ്ണാപ്പി. അത് പറയല്ലേ പ്ലീസ്. നീ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം.